മിക്ക ആൾക്കാർക്കും കൺഫ്യൂഷൻ വരുന്നൊരു സാധനമാണ് ELCB RCCB രണ്ടിൻ്റെ വ്യത്യാസം തന്നുള്ളത്. അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു ഇമേജ് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് MCCBയുടെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഓൾറെഡി ഞാനിത് പല വീഡിയോസായിട്ട് അതിനെ വിശദമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഷോർട്ടായിട്ട് പെട്ടെന്നൊരു ആരെങ്കിലും ഒരു ഇതിനെപ്പറ്റി ഡൗട്ട് തോന്നുമ്പോൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയുള്ളൊരു മെയിൻ കീ പോയിൻറ്റ്സ് മാത്രമാണ് ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ MCCB എന്ന് പറയുമ്പോൾ മൗൾട്ടഡ് കേജ് സർക്യൂട്ട് ബ്രേക്കർ ഇൻഡസ്ട്രിയൽ യൂസുകളിലാണ് കൂടുതലും, വലിയ ലോഡുകളിലാണ് യൂസ് ചെയ്യുന്നത്. 63 ആംപിയർ മുതൽ മുകളിലോട്ട് അവൈലബിൾ ആണ്. 63 ആണ് അതിൻ്റെ റേറ്റിംഗ് മോസ്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് താഴെയുള്ള എല്ലാ MCB യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ MCCBയുടെ ഇത് പറഞ്ഞിട്ട് നമുക്ക് ELCB RCCBയിലേക്ക് പോകും. അപ്പോൾ MCCBയിൽ ഓവർലോഡും ഷോർട്ട് സർക്യൂട്ടും, അതായത് നമ്മൾ ഇപ്പോൾ 63 ആംപിയർ എന്ന് പറഞ്ഞ കറണ്ടിലാണ് അത് റേറ്റ് ചെയ്തേക്കുന്നത്. അതിൽ കൂടുതൽ ഉള്ളൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന് ഓവർലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇത്ര ശതമാനം ഇത്ര ടൈംസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു സർക്യൂട്ട് ട്രിപ്പ് ആവാൻ വേണ്ടിയുള്ള സെറ്റിങ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി വേറെ വീഡിയോസിൽ. ഓക്കെ, അപ്പോൾ ഹൈ കറണ്ട് വരുമ്പോഴാണ് അത് സെൻസ് ചെയ്യുന്നത്. അതുകൂടെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ ഇതിനേക്കാളും വളരെ ഹൈ കറണ്ട് ആയിരിക്കും. 10,000 അറൗണ്ട് 10,000 20,000 ആംപിയർ റേഞ്ചിലൊക്കെ കറണ്ട് വരും. അപ്പോഴും ഇതിൽ ട്രിപ്പ് ചെയ്യും. അപ്പോൾ അതിന് രണ്ട് രീതിയിലാണ് തെർമൽ ആൻഡ് മാഗ്നറ്റിക് ട്രിപ്പിംഗ്. തെർമൽ ട്രിപ്പിംഗ് കൂടുതലും ഓവർലോഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓവർലോഡ് അതായത് നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ കറണ്ട് കുറേ നേരത്തേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ളൊരു മെറ്റീരിയൽ ഉണ്ട്, ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഉണ്ട്. അത് ചൂടായിക്കൊണ്ട് അതിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ട്രിപ്പിംഗ് ആക്ഷൻ നടക്കും. അപ്പോൾ അത് വീഡിയോസിലൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. മാഗ്നറ്റിക് ട്രിപ്പിംഗ് ഷോർട്ട് സർക്യൂട്ടായിട്ടുള്ള കറണ്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിൻ്റെ ഒരു കോയിൽ വർക്ക് ചെയ്ത് അതിനെ ട്രിപ്പാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCCBയിൽ നമുക്ക് ഓവർലോഡും ഷോർട്ട് സർക്യൂട്ടുമാണ് ഉള്ളത്. അപ്പോൾ എർത്തുമായിട്ട് എന്തെങ്കിലും ബന്ധം വന്നാൽ അത് ട്രിപ്പാണെന്ന് ഉറപ്പില്ല. അപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു എക്സ്ട്രാ ഒരു കോയിൽ, ഷൻ ട്രിപ്പ് കോയിൽ എന്ന് പറഞ്ഞതിൻ്റെ അകത്തൊരു കോയിലുണ്ട്. ആ കോയിലിലേക്ക് നമ്മൾ എർത്ത് ലീക്കേജ് റിലേ കണക്ട് ചെയ്തിട്ട് എർത്ത് ലീക്കേജ് കണ്ടെത്തിക്കൊണ്ട് അതിലേക്ക് വർക്കൗട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് എർത്ത് ലീക്കേജിന് സെൻസ് ചെയ്യാനുള്ള ഡയറക്റ്റ് ഒരു ഓപ്ഷൻ ഇല്ല. എന്നാൽ ELCBയിൽ നോക്കുമ്പോൾ ELCBയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എർത്ത് ലീക്കേജിന് വേണ്ടി, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നതിൻ്റെ പേര്. അപ്പോൾ അത് എർത്ത് ലീക്കേജിന് വേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത്. അപ്പോൾ അതിൽ ലീക്കേജ് കറണ്ട് മാത്രമാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റെസിഡൻഷ്യലും ഇൻഡസ്ട്രിയലിലും പണ്ട് യൂസ് ചെയ്തിരുന്നതാണ്, ഇപ്പോൾ അതങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഒരു സെൻസിങ് നടത്തി അങ്ങനെ എർത്തുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളൊരു രീതിയിലാണ് കണ്ടുപിടിച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് എർത്തിൻ്റെ ഒരു കണക്ഷൻ വെച്ചാണ് എർത്തിൻ്റെ ഒരു കണക്ഷൻ കൂടി ഇതിൻ്റെ അകത്തേക്ക് ചെല്ലും. എന്നിട്ട് അതുവഴിയാണ് അതിൽ കൂടെ എന്തെങ്കിലും ലീക്കേജ് കറണ്ട് പാസ് ഓൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഐഡിയയിലാണ് ELCB വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യാറില്ല. നമ്മൾ ജനറലി ELCB എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന RCCB ആണ്. അപ്പോൾ റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം പറയുന്നത്. അപ്പോൾ റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കറിൽ ലീക്കേജ് കറണ്ട്, എർത്ത് ലീക്കേജ് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ കണ്ടുപിടിച്ച് ട്രിപ്പാവാൻ അത്രയും പെട്ടെന്ന് അത് ആൾക്കാരെ ഷോക്ക് അടിക്കാതെ ട്രിപ്പാവാൻ വേണ്ടിയുള്ള മാർഗ്ഗമാണ് അതിൻ്റെ അകത്ത് സ്വീകരിക്കുന്നത്. ഹോം, ഓഫീസ്, ഇൻഡസ്ട്രി എല്ലാത്തിലും ഇപ്പോൾ ഈ ഒരു എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കറാണ് അതിനെ റീപ്ലേസ് ചെയ്ത റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കോയിലിൽ ഇപ്പോൾ 3 ഫേസ് ആണ്, സപ്പോസ് 3 ഫേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് 3 ഫേസും ന്യൂട്രൽ അറ്റ് എ ടൈം ഇങ്ങനെ ഒരു സെർച്ച് കോയിൽ എന്ന് പറഞ്ഞ കോയിലിൻ്റെ അകത്ത് കൂടി പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇംബാലൻസ്, എർത്ത് ലീക്കേജ് വരുമ്പോഴേക്കും എന്തെങ്കിലും ഇംബാലൻസ് വരാൻ സാധ്യത തന്നെ. അപ്പോൾ എർത്ത് ലീക്കേജ് വരുമ്പോൾ ഇംബാലൻസ് വരുമ്പോഴത്തേക്കും കറണ്ടിൻ്റെ മാത്രം ഇംബാലൻസ് വെച്ചാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് RCCB ആക്ടിവേറ്റ് ആവുന്നു. അപ്പോൾ അങ്ങനെ അതായിരുന്നു ഇതിൻ്റെ അകത്തുള്ള ഒരു മെത്തേഡ്. അപ്പോൾ ELCBയിൽ അത് വോൾട്ടേജും കറണ്ടിൻ്റെ ഒരു സെൻസിങ് വഴിയുള്ള മെത്തേഡാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു കറണ്ട് ഇംബാലൻസ് വഴി മെത്തേഡ് കുറച്ചും കൂടി ബെറ്റർ മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ RCCB ആണിപ്പോൾ എല്ലായിടത്തും റീപ്ലേസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 30 മില്ലി ആംപിയർ
റേഞ്ചിലൊക്കെയുള്ള കറണ്ട് വരുമ്പോൾ ട്രിപ്പ് പോകാൻ പറ്റുന്ന RCCB ഒക്കെ ഇപ്പോൾ അവൈലബിൾ. RCCB ഉണ്ട് 30, 100, 300 അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മില്ലി ആംസ് റേഞ്ചിലാണ് അത് ട്രിപ്പിംഗ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ നോക്കുക, പ്ലേലിസ്റ്റുകളിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു ജസ്റ്റ് ഒരു ഷോർട്ടായിട്ടുള്ളൊരു കമ്പാരിസണാണ്.